ഈ ബിസിനസ് പറയുന്നതിന് മുന്നേ നമ്മൾ എന്തുകൊണ്ട് ഈ ബിസിനസ് ആക്കി ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് നമ്മളെപ്പോഴും നമ്മുടെ ചെറുപ്പത്തിലല്ലേ നമ്മളിപ്പോഴും നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, മക്കളെ നല്ലോണം പഠിക്കണം, നല്ലൊരു എന്താ പറയാ ജോലി വാങ്ങിക്കണം എന്നല്ലേ പറയാല്ലേ. ഞാനോ അങ്ങനെയായി അല്ലെ, നിങ്ങളോ അങ്ങനെ ആവാൻ പാടില്ല. സത്യമല്ലേ? എന്നോടും അമ്മ പറഞ്ഞില്ല, നമ്മുടെ മക്കളോടും അതന്നെയല്ലേ പറയുന്നത്. ശരിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ലിമിറ്റേഷൻ ആണ് വരുമാനം, ഓരോ മാസവും കിട്ടുന്ന വരുമാനത്തിന് ലിമിറ്റേഷൻ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിൽ ജോലി കിട്ടാവൂ. ഞാനിപ്പോ ഒരു ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് ഷോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ വരുമാനം ഉണ്ടാവും. അല്ലെ ഷോപ്പിലേക്ക് പോകുന്ന വ്യക്തിയാണ്, നമ്മൾ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് വരുമാനം ഉണ്ടാവും? ഇല്ല. എന്നാൽ മറിച്ച് നിങ്ങൾ നോക്കുക, ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായി എങ്ങനെ വരുമാനം ഉണ്ടാകും? നമുക്കറിയാം. ഉദാഹരണത്തിന് പറയുന്നത് ഗൂഗിൾ സാർ, യൂസഫ് അലി, നമുക്ക് നമ്മുടെ അടുത്തുള്ള ഡേമാർട്ടിലൊക്കെ അറിയില്ല അല്ലെ. അവരൊക്കെ എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നത്? ഒരു വ്യക്തിയാണ് അവിടെ അല്ല, ഒരുപാട് ആളുകളെ സമയവും കഴിവും അവർ ഉപയോഗിക്കുന്നു. എങ്ങനെയായിരിക്കും? 8 മണിക്കൂറാണോ അതിന്റെ മുതലേ വർക്കിംഗ് ഉണ്ടാവുക? അല്ല, 8 മണിക്കൂറും 16 മണിക്കൂറും 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരെ ശരിയാണോ തെറ്റാണോ? അല്ലെ, അവരെ കഴിവുള്ള ആളുകളെ അവരെ ജോലിക്ക് നിർത്തിയിട്ടാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയ ഡോക്ടർ അവർ ഉണ്ടോ? ഇന്ന് 90% ഹോസ്പിറ്റലിൽ നടത്തുന്ന ഡോക്ടർമാരല്ല